നമസ്കാരം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ്. അവരവരുടെ പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് എത്തിയിട്ടുള്ളത്. 13-ാം രാത്രി, ആ പേര് കേൾക്കുന്നത് പോലെ തന്നെ വലിയ എന്തൊക്കെയോ നടക്കാൻ പോകുന്ന അത്ര ഒരു പ്രതീതി നമുക്ക് ഉണ്ട്. ഒരു സസ്പെൻസ് ത്രില്ലറായ ആ ചിത്രം ആണ് അത്. ബാക്കി വിശേഷങ്ങൾ അത് എങ്ങനെയാണ്, അതിലെ ബാക്കി മറ്റു കാര്യങ്ങളെല്ലാം അവരോട് തന്നെ ചോദിക്കാം. നമസ്കാരം വിഷ്ണു, മാളവിക. ഒരു സസ്പെൻസ് ത്രില്ലർ ചിത്രം എന്ന് ഞാൻ ആദ്യം തന്നെ അങ്ങ് പറഞ്ഞു. അത് അത്രമാത്രം ശരിയാണ്. അങ്ങനെ തന്നെയാണത്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 13-ാം രാത്രി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറക്കം വയ്ക്കുന്ന രാത്രി, ശിവരാത്രിനെ സൂചിപ്പിക്കുന്ന ഇതാണത്. അപ്പോൾ ഒരു ഡിസംബർ 31 ഒരു ന്യൂ ഇയർ ഈവിന് മറയൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നൊരു കഥാപാത്രമാണ് എൻ്റെ. മാളവികയുടെയും അതെ, മറയൂരിൽ നിന്നല്ല, ഇടയ്ക്ക് വെച്ച് അതേ ബസ്സിൽ കയറുന്ന അവരും കൊച്ചിയിലേക്കുള്ള. അപ്പോൾ ഒരു മുൻപരിചയമില്ലാത്ത പല ആൾക്കാരും ഒരുമിച്ചുള്ള ഒരു യാത്രയും ആ യാത്രയിൽ ഇവർ തമ്മിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ. 3 കഥാപാത്രങ്ങളാണോ അല്ലേ? 3 അതിൽ കുറേ ആൾക്കാരുണ്ട് ബസ്സിൽ. അതേപോലെ ഷൈൻ ചാൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. പുള്ളി കൊച്ചിയിലേക്ക് ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരാളായിട്ടാണ്. അപ്പോൾ അങ്ങനെ പല ട്രാക്കുകളിലൂടെ ഈ കഥ ഒരിടത്ത് വന്ന് ചേരുന്നതും ആ രാത്രി കുറേ ഉദ്വേഗഭരിതമായ പല കാര്യങ്ങളും നടക്കുന്നതാണ് ഈ സിനിമ. അതെ, അല്ല, ഞാൻ എൻ്റെ ചെറിയ ഭാഗം കണ്ടപ്പം വിഷ്ണു ഒരു തമിഴ് അണ്ണാച്ചി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അതായത് മറയൂർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ബോർഡറാണല്ലോ കേരളത്തിൻ്റെ. അപ്പോൾ മലയാളം അറിയാം, എന്നാൽ ഒരു തമിഴ് ചൊവ്വയുള്ള ആൾക്കാരാണ് അവിടെയുള്ള കൂടുതൽ ആൾക്കാരും. അപ്പോൾ അങ്ങനെ ഒരു തമിഴ് ചൊവ്വയുള്ള മലയാളം സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എൻ്റെ ശിവ എന്ന് പറയുന്ന കഥാപാത്രം. എങ്ങനെയാണ് മാളവികയുടെ കഥാപാത്രം എങ്ങനെയാണ് ഇതിലെ? എൻ്റെ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഇടുക്കി, മൂന്നാർ ആ ഒരു ഭാഗത്തുനിന്ന് ജോലിക്ക് വേണ്ടി കൊച്ചിയിലേക്ക് വരുന്ന ഒരു കുട്ടിയായിട്ടാണ്, സെയിൽസ് ഗേളായിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ഇതിലെടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു പേരിട്ടിട്ടില്ല ഇവരൊരു ആക്ച്വലി എല്ലാ ലേഡീസിനെയും അതൊരു റെപ്രസെൻറ്റേഷനാണ്. എല്ലാ ലേഡീസിനെയും ഇൻ ദ സെൻസ് നമ്മളുടെ നാട്ടിൽ നടക്കുന്ന സംഭവം ഒന്ന് അത് ആർക്കും സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് മൂമെന്റ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പലതും ഇതുപോലെ നടന്നിട്ടുമുണ്ട്. ഇത് ഇന്ത്യയിലാവട്ടെ എവിടെയുള്ളൂ, ഇത് ഓരോ മിനിറ്റിലും നടക്കുന്ന കാര്യങ്ങളിൽ ഒന്നായിട്ട് ഫേസ് ചെയ്ത് പോകുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതിൽ വരുന്ന ചേഞ്ച് ഓവറും കാര്യങ്ങളിലൊക്കെ ആണ് ഈ ക്യാരക്ടറിന്. അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞില്ലല്ലോ അല്ലേ? കൂടുതലായിട്ട് പറയണ്ട. അതിന്റെ ഒരു അല്ലെങ്കിൽ നമുക്ക് അതെല്ലാം മുഴുവൻ നടക്കുന്നൊക്കെ പറയുമ്പോൾ എന്താ നടക്കുന്നത് എല്ലാവർക്കും അല്ലെങ്കിൽ നമുക്ക് ആ സസ്പെൻസ് അങ്ങ് പൊളിച്ചാലോ? അതെ, കേൾക്കുന്ന ഒരു കാര്യമാണ്. നമ്മള് എളുപ്പം ഇത് കാണുമ്പോൾ റിലേറ്റബിൾ ആയിരിക്കും. കാരണം നമ്മൾ കേൾക്കാത്ത നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് കൂടുതലും ഈ പടത്തില് പോർട്രേ ചെയ്തിട്ടുള്ള എല്ലാവരും. ഈ ഷൈൻ ടോൺ ചാക്കോയുടെ ഒരു കഥാപാത്രം എങ്ങനെയാണ്? അതൊരു സൈക്കോ കഥാപാത്രമാണോ? സൈക്കോ ഒന്നുമല്ല. ആ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ പുള്ളി ഒരു IT പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ഈ പറഞ്ഞ പോലെ IT-യിലുള്ള സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പുള്ളി ഒരു ഭയങ്കര ഫ്ലേട്ടിങ് മൈൻഡുള്ള ഒരാളാണ്. പുള്ളി 31st നൈറ്റിന് ന്യൂ ഇയർ രാത്രി പുള്ളി ഫ്ലേർട്ട് ചെയ്ത ഒരു പെണ്ണിനെ കാണാനായിട്ട് ഭാര്യയോടൊക്കെ നുണ പറഞ്ഞ് കൊച്ചിയിലേക്ക് പോകുന്നതാണ് പുള്ളിയുടെ ഒരു ട്രാക്ക്. അതാണ് ഇതിലൊക്കെ പറയുന്നത്. 31st കാര്യവും ന്യൂ ഇയറിന്റെ കാര്യവും കൊച്ചിയുടെ കാര്യവും എറണാകുളത്തിന്റെ എല്ലാം പറയുന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത്. അതുപോലെ വേറെ പള്ളിയിലേക്ക് പോകുന്ന വേറൊരു ട്രാക്ക് ഉണ്ട്, നമ്മുടെ കോട്ടയം രമേശ് ചേട്ടനും സോന നായരും. അപ്പോൾ അവർ പള്ളിയിൽ രാത്രി മറ്റേ പാതിരാ കുർബാന കൂടാൻ വേണ്ടി പോകുന്നതാണ് അവർ. അപ്പം ഇങ്ങനെ പല ആൾക്കാർ പല ഉദ്ദേശങ്ങളുമായിട്ട് ഇറങ്ങുന്ന, പക്ഷെ ആ ഒരു രാത്രി ഇവരുടെ എല്ലാവരും ജീവിതം ഒരുമിച്ചൊന്ന് കണക്ട് ആവുന്ന ഒരു ഇൻസിഡന്റ്. 2 മുഖങ്ങളുണ്ടോ വിഷ്ണു സംബന്ധിച്ചിടത്തോളം? 2 മുഖങ്ങളുണ്ടോ? അല്ല, 2 ഭാവങ്ങൾ, ഒറ്റൊരു ഞാൻ ശിവ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ തൊട്ട് പുറകിലിരിക്കുന്ന ഇത് കാണുമ്പോൾ, പോസ്റ്റർ കാണുമ്പോൾ എനിക്ക് ഒരു വളരെ ശാന്തനായ കഥാപാത്രമാണ്. നേരെ മുന്നിലേക്ക് നോക്കാൻ നേരത്ത് വളരെ ഗൗരവം തോന്നുന്നുണ്ടോ ഇതിൽ? ആരാണ് വില്ലൻ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാവുന്ന തരത്തിലുള്ള ഒരു ലുക്ക് ഇതിൽ വരുന്നുണ്ട്. അല്ല, അത് ഈ രാത്രിയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടല്ലോ. അത് പല ഇമോഷനിലൂടെ കടന്നു പോകുന്നുണ്ട്, എല്ലാ ക്യാരക്ടേഴ്സും കടന്നു പോകുന്നുണ്ട്. അതാണ് അങ്ങനെയുള്ള ഭാവങ്ങളെല്ലാം വന്നിരിക്കുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ചിത്രീകരണ സമയത്തുള്ള കാര്യങ്ങൾ? മറയൂരായിരുന്നു ആദ്യം ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയത്. അപ്പോൾ അവിടെ പറഞ്ഞ പോലെ ഭയങ്കര ഞങ്ങളൊക്കെ ടൂർ പോയ പോലത്തെ ഒരു മൂടായിരുന്നു. ഫുള്ള് മഞ്ഞും കോടമഞ്ഞും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ശരിക്കും ഒരു ഡിസംബർ 31 ഞങ്ങൾ മറയൂരാണ്, ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ട്. ന്യൂ ഇയർ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇതിപ്പോൾ കുറേ നാളായിട്ടോ ഷൂട്ട് കഴിഞ്ഞിട്ട്. പിന്നെ ബാക്കി കൊച്ചിയിൽ ഈ എറണാകുളം മാർക്കറ്റിനകത്തൊക്കെ ഞങ്ങൾക്ക് ഷൂട്ടുണ്ടായിരുന്നു.
അപ്പം മാർക്കറ്റ് ഒന്ന് ഓഫായി കഴിഞ്ഞാൽ അവിടെ ഷൂട്ടിന് നമുക്ക് കയറാൻ പറ്റുള്ളൂ രാത്രി. ന്യൂ ഇയറിന് എന്തെങ്കിലും ചിത്രീകരണം ഉണ്ടായിരുന്നോ? ന്യൂ ഇയർ ഇല്ല, എറണാകുളത്ത് ന്യൂ ഇയറിൻ്റെ ഷൂട്ട് ഉണ്ടായില്ല, കാരണം ഇവിടുത്തെ ന്യൂ ഇയർ എന്ന് പറഞ്ഞ തിരക്കല്ല. അതെ അതെ. അപ്പോൾ എറണാകുളത്ത് ഈ മാർക്കറ്റിൻ്റെ അകത്ത് മാർക്കറ്റ് ഓഫായതിന് ശേഷം എന്ന് വെച്ചാൽ പാതിരാത്രിയെ തുടങ്ങാൻ പറ്റുള്ളൂ ഷൂട്ട്, പിന്നെ നേരം വെളുക്കണ വരെ മാർക്കറ്റിൻ്റെ അകത്താണ്. അപ്പോഴും ഇടയ്ക്ക് ചിലപ്പോൾ ലോറിയൊക്കെ വരും പിറ്റേ ദിവസത്തേക്കുള്ള ലോഡൊക്കെ ആയിട്ട്. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ ഷൂട്ട് മൊത്തം അല്ലേ. പിന്നെ കൊതുക് കടി തോടിൻ്റെ അരിയത്തൊക്കെ ഉണ്ട്. അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അയ്യോ, തോടിൻ്റെ അരിയത്തൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഫുള്ള് കൊതുക് കടിയും. പകലത്തെ പോലെ അല്ലല്ലോ, രാത്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഇപ്പോൾ മാളവികയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തമിഴ് സിനിമകളിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്, മലയാള സിനിമയിലും ഒരുപാട്. എങ്ങനെയാണ് ഇതിലെ ഒരു കഥാപാത്രം അത്രമാത്രം പ്രേക്ഷകരെ കൂടുതലടുപ്പിക്കുന്നതാണ് എന്നാണ് തോന്നുന്നത്? ആ ഒരു കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം കൂടുതലൊന്നും ഇതിൻ്റെ ക്യാരക്ടർ തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. കേട്ടപ്പോഴും എനിക്ക് ഇത് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്താൽ അത് പല രീതിയിലും അത് നല്ല രീതിയിൽ എത്തും എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു താല്പര്യം എനിക്ക് തോന്നി ഈ ക്യാരക്ടർ കേട്ടപ്പോൾ. ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടുമില്ല. ഒരു നല്ല ഡെപ്ത് ഉള്ള ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആർക്കും കേട്ടിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളതും. അപ്പോഴാണല്ലോ എളുപ്പം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എനിക്കത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ഞാൻ ചെയ്യാത്തൊരു കഥാപാത്രം അത് അത്യാവശ്യം നല്ല രീതിയിലായി വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഈ ഒക്ടോബർ 4 ഞങ്ങളെല്ലാവരും കൂടെ ചെയ്ത് ആ ഒരു എഫേർട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ടെൻഷനുണ്ട്. വിഷ്ണു അതുപോലെ തന്നെ കൂടുതലും കോമഡി വേഷം ഇത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകളെ ചെറുതായെങ്കിലും എല്ലാ കഥാപാത്രങ്ങളും ഒന്ന് ചിരിപ്പിച്ചിട്ടൊക്കെയാണ് പോകാറുള്ളത്. ഇവിടെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണെന്നാണ് എനിക്ക് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. എങ്ങനെയാണ് ആ ഒരു കോമഡിയിൽ നിന്ന്? ഇതിൽ സോഹൻ ചേട്ടൻ ഒരു ക്യാരക്ടർ ഉണ്ട്, അപ്പോൾ ചെറിയൊരു ഹ്യൂമർ ലൈനും അങ്ങനെ പോകുന്നുണ്ട് ഒരു പാരലായിട്ട്. എന്നാൽ എൻ്റെ ക്യാരക്ടറിൽ അങ്ങനെ ഹ്യൂമറൊന്നുമല്ല, എന്നാലും ഇയാൾ അകപ്പെടുന്ന സിറ്റുവേഷന് ചെറിയൊരു ഹ്യൂമറൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ട്. പിന്നീട് നേരിടേണ്ടി വരുന്ന ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് സിനിമ പോകുന്നത്. അതാണ് പുള്ളിക്കാരി പറഞ്ഞ ഭയങ്കര ഡെപ്തുള്ള കാര്യമാണ്. അപ്പോൾ മാളവിയുടെ ക്യാരക്ടർ ഈ സിനിമയിൽ വലിയൊരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വരികയും അതിനുശേഷം പുള്ളിക്കാരി എടുക്കുന്ന ഒരു നിലപാടുമൊക്കെ അതൊക്കെ നല്ല ഈ പറഞ്ഞ പോലെ വളരെ മാതൃകാപരമായിട്ടുള്ള എന്നൊക്കെ പറയാവുന്നൊരു ഈ കാലഘട്ടത്തിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള. പക്ഷേ ഈ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ ഒരു പ്രതീകം, അല്ലെങ്കിൽ അവരെങ്ങനെ പെരുമാറണം ഇത്തരം സാഹചര്യങ്ങളിൽ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നതിനേക്കാളുപരി ഇപ്പോൾ ഉള്ള കുട്ടികൾ അങ്ങനെ പെരുമാറൂ എന്നുള്ളൊരു എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ഒരു കണ്ണാടിയും കൂടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എങ്ങനെയാണ് പിന്നെ അതിന് കൂടാതെ ഇപ്പോൾ അടുത്ത കാലത്ത് മറ്റ് സിനിമകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പം വിഷ്ണു വലിയ പ്രതീക്ഷയോടെ തന്നെയല്ലേ നമ്മുടെ ഇത്രയും ഒരു ഇതല്ലേ? അല്ല, നമുക്ക് സിനിമകളെ എല്ലാ സിനിമയും നന്നാവണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ചെയ്യുന്നതും അത് പുറത്തു വരുന്നതൊക്കെ. ബാക്കി പ്രേക്ഷകർ ആ ഇത് സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ ആഴ്ചയിലെ ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞു. ആക്ഷനൊക്കെ ഒരുപാടുണ്ടോ ഈ സെറ്റ്? ഞാൻ മാഫിയ ശശിനൊക്കെ ആക്ഷൻ ഭയങ്കരമാണ്, അടി ഇടി ഭയങ്കര ആക്ഷൻ ഒന്നും അല്ല, എന്നാലും ഉണ്ട്. പക്ഷെ അത് ഒരു ഭയങ്കര എന്താ പറയാ വെല്ലുവിളിയുള്ള ഒരു ആക്ഷൻ കണ്ടില്ലേ പോസ്റ്ററിൽ? ആ പുറയിലിരിക്കണതിലുണ്ട്. അപ്പൊ അത് ഇച്ചിരി പുതിയ ഏതെങ്കിലും സിനിമയുടെ വളരെ ഇതിനോടൊപ്പം മറ്റ് ചിത്രീകരണങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടോ? എങ്ങനെയാണ്? സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു കൺഫർമേഷൻ അവരായിട്ട് അത് റിവീൽ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എങ്ങനെ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പുതിയ സിനിമകളുടെ ഏതെങ്കിലും ജോലികളുടെ ഭാഗമാണോ ഈ ഒരു ഇതേ സമയത്ത് തന്നെ? ഇപ്പോൾ ഞങ്ങൾ എഴുതുന്ന ഒരു സിനിമയുടെ ഒരു ഫൈനൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഞാനും ബിബിനും ചേർന്നിട്ട് ഷാഫി സാറിന് വേണ്ടി ഒരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ഇങ്ങനെ ജസ്റ്റ് കംപ്ലീറ്റ് ആയുള്ളൂ, അതിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഇതിൽ നിൽക്കുകയാണ്. പുതിയ ഏതെങ്കിലും മറ്റേതെങ്കിലും വർക്കുകളൊക്കെ അതിൻ്റെ ഭാഗമായി അഭിനയ പരിപാടി നടക്കുന്നുണ്ട് പാരലലി. ഞാൻ ബിബിനും ഞാനും ലാലുച്ചായനും അശോകേട്ടനൊക്കെ ആയിട്ട് അഭിനയിച്ചൊരു സിനിമയുടെ ഒരു സോങ്ങും കൂടി ഷൂട്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാവും. അപൂർവ പുത്രന്മാർ എന്നാണ് പേര്. 13-ാം രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളെ സംബന്ധിച്ചുള്ള അത് എത്ര പ്രേക്ഷകരെ എത്രമാത്രം പിടിച്ചിരുത്തുന്ന ഒരു കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട്? അത് ഞാൻ പറഞ്ഞ പോലെ പല പല കഥാപാത്രങ്ങളുടെ പല പല ട്രാക്കുകളായിട്ടാണ് ഈ സിനിമ നോൺ ലീനിയർ ആയിട്ടാണ് ആദ്യം പറഞ്ഞിങ്ങനെ തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതും നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാവുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അപ്പം അത് പ്രേക്ഷകരും അതേപോലെ തന്നെ നമ്മൾ സംവിധായകനും ഇതിൻ്റെ റൈറ്ററും ഒക്കെ കണ്ട പുള്ളി കൺസീവ് ചെയ്ത പോലെ തന്നെ പ്രേക്ഷകർക്കും കൂടി എടുക്കാൻ പറ്റിയാൽ സിനിമ എന്തായാലും നന്നായി വരുമെന്നാണ് നമുക്ക് തോന്നുന്നത്.
വളരെ നമ്മളെപ്പോലുള്ള താരങ്ങൾക്ക് എത്രമാത്രം ഒരു ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു സാധ്യതകൾ വർദ്ധിക്കുകയാണ്. അതായത് മുൻനിര നായകരും താരങ്ങളും ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് പ്രേക്ഷകരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അല്ലേ, ഇപ്പോൾ പ്രേമലുവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അത്തരം സിനിമകളുടെ വിജയത്തിലേക്കൊക്കെ പോയ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ പ്രേക്ഷകരുടെ ഒരു മാനസിക രീതി മാറി, അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം താല്പര്യങ്ങളും എല്ലാം വലിയ തോതിൽ മാറി വരുന്നില്ലേ? ഈ പുതിയ യൂത്തിനെ വലിയ തോതിൽ സ്വീകരിക്കുന്ന നിലയിലേക്ക് തന്നെ പോകുന്നില്ലേ അത്? അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ലാലേട്ടനും മമ്മൂക്കൊക്കെ ആണല്ലോ സ്ഥിരം കാലങ്ങളായിട്ട് നമ്മളുടെ പില്ലേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. അതുപോലെ എത്ര വേറെ ആരും അങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് അവരെ ഒരു മെൻറ്റേഴ്സായിട്ട് ആരാ ഉള്ളേ നമ്മളുടെ ഫീൽഡിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അവരെന്നെയാണ് നമ്മളെപ്പോഴും മുന്നിൽ കാണുന്നത്. ഇപ്പോൾ ആക്ട്രസസ് എന്നൊക്കെ അത്രയും ആൾക്കാർ പുതുതായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്നും നാളെയും മറ്റന്നാന്നൊക്കെ പറഞ്ഞ പോലെ ഡെയിലി ഉണ്ട് പുതിയ ആൾക്കാരായിട്ട്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും പ്ലാറ്റ്ഫോമും എളുപ്പമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ സമയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ, അതിപ്പോൾ തിയേറ്റർ ഓക്കെ, ഇനി അതിന് കഴിയാത്ത സിനിമകൾ പോലും പ്രേക്ഷകരിലേക്ക് എത്താൻ വലിയ അല്ലേ, ഇപ്പോൾ യൂട്യൂബിലൂടെ അടക്കം വലിയ ജനപ്രീതിയിലേക്ക്, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആളുകൾ എത്താത്ത സാഹചര്യങ്ങളിൽ പോലും അത് ഇത്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ ആളുകളിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ അല്ലേ? അല്ല, എനിക്ക് വേണം സിനിമ എപ്പോഴും തിയേറ്ററിൽ തന്നെ വരുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പൂർണ്ണത എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോഴാണ് അതൊരു സിനിമ എന്നുള്ള ഫീല് നമുക്കുള്ളൂ. മറ്റത് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ഇപ്പോൾ തിയേറ്ററിൽ നമ്മൾ കാണാതെ പോയ സിനിമ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ OTT വരുമ്പോൾ ഇരുന്ന് കാണാമെന്നേ ഉള്ളൂ. പക്ഷെ അത് തിയേറ്ററിൽ ആ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന, തിയേറ്ററിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? സിനിമ അങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്, തിയേറ്ററിന് വേണ്ടിയിട്ടാണ്. അത്രയും ആ ഒരു ക്രൗഡിലിരുന്ന് കാണാനും അത്രയും വലിയൊരു സ്ക്രീനിൽ കാണാനും പാകത്തിലാണ്. അതുകൊണ്ടാണ് ഇത് അങ്ങനത്തെ ഒരു ഫ്രെയിമിങ്ങിലൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ സീരിയൽ ഷൂട്ട് ചെയ്യണ പോലത്തെ ആ ഫ്രെയിമിങ്ങിൽ ഷൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ ഫ്രെയിം വലുതാവണനുസരിച്ച് അതിൻ്റെ കോസ്റ്റും കൂടുകയാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അത് തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അതിനെയൊക്കെ ഒരു തകർക്കുന്നതല്ലേ പലപ്പോഴും ഈ വ്യാജ ഇറങ്ങുന്നത് എല്ലാം തന്നെ നമ്മളെ സിനിമാ മേഖലയെ എത്രമാത്രം ബാധിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. അത് ഇപ്പോൾ ടെലിഗ്രാം പോലുള്ള, ഇപ്പോൾ ടെലിഗ്രാം എന്ന് പറഞ്ഞാൽ ഏതോ OTT പ്ലാറ്റ്ഫോമാണെന്ന് വിശ്വസിക്കണം ഒരുപാട് ആൾക്കാരുണ്ട്. എന്നോടൊരു പയ്യൻ നമ്മുടെ ഒരു പടം ടെലിഗ്രാമിൽ വന്നെന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ വിളിച്ച് പറയാണ്, ചേട്ടാ ടെലിഗ്രാമിൽ വന്നിട്ടുണ്ട് നമ്മുടെ പടം, ചേട്ടനൊരു അതിൻ്റെ ലിങ്ക് അയച്ചു തരാം അത് പോസ്റ്റ് ചെയ്യാൻ. ഞാൻ പറയടാ പാടെ നിന്നെ പോലീസ് പിടിക്കും. അതിലിപ്പോൾ അതെങ്ങനെ തടയണമെന്ന് എനിക്ക് തോന്നുന്നു ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു. ടെലിഗ്രാമിൽ നിന്ന് ആ ലിങ്ക് എടുത്ത് കളയും ആൻറ്റി പൈറസിയുടെ ആൾക്കാർ. അപ്പോൾ തന്നെ പുതിയ ലിങ്ക് വരും, അപ്പോൾ അതെടുത്ത് കളയും, അപ്പോൾ അടുത്ത ലിങ്ക് വരും. പക്ഷെ അതിൽ കാണാതിരിക്കുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ടത്. നമ്മൾ ഈ നിസാര സ്വയം ആളുകൾ അത്തരം ഒരു തീരുമാനം എടുക്കുക അല്ലേ, ഞാൻ ഈ ഇത്തരത്തിൽ സിനിമ കാണില്ല, കാണുന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിലൂടെ മാത്രമേ കാണുള്ളൂ, അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ പ്രേക്ഷകർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഇപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് വരുന്ന ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അതിൽ കാണുക. അതുമല്ലാതെ ഫ്രീ ആയിട്ട് മറ്റതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ കാണാമെന്ന് വിചാരിക്കുന്നത് അത് ഈ വ്യവസായത്തെ തന്നെ തകർക്കണ പരിപാടിയാണ്. അല്ല പറയുമ്പോൾ എന്താ പറയുന്നത് അറിയോ, നല്ല കിടിലൻ ക്വാളിറ്റി പ്രിൻ്റാണ് ഇതിൽ വന്നേക്കണെന്ന് പറയുന്നത്. തിയേറ്ററിനെക്കാട്ടും നല്ല രീതിയിലാണ് ഞങ്ങളിത് കാണുന്നത് എന്ന് പറയുന്നത്. നല്ല കിടിലൻ ക്വാളിറ്റിയുള്ള പ്രിൻ്റാണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് ഇതിൽ കണ്ടുപോയതാണ്, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് എത്രയോ നാള് അല്ലേ, അധ്വാനമാണ്. എത്രയോ ആൾക്കാർ, പ്രവർത്തകരുടെ ആണെങ്കിലും താരങ്ങളുടെ ആണെങ്കിലും നിർമ്മാതാവിൻ്റെ ആണെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പൈസ മുടക്കി ഇത്രയും ടെക്നിക്കലി ഒക്കെ അതിനുവേണ്ടി എന്തോരം പണിയെടുത്തിട്ട് ഉണ്ടാക്കിയ സാധനം ഒരു ബന്ധമില്ലാത്ത ആരോ എടുത്തൊരു ലിങ്ക് എടുത്തിരുന്ന വഴി ഫ്രീ ആയിട്ട് എല്ലാവരും വെറുതെ കണ്ടിട്ട് പോകുമെന്ന് പറയുമ്പോൾ അതൊരു വിഷമമുള്ള കാര്യം കൂടിയാണ്. ഷൂട്ടിങ്ങിനിടയ്ക്ക് എന്തെങ്കിലും വെല്ലുവിളി നിറഞ്ഞ സംഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എന്താണെന്ന് ഓർത്തെടുക്കാൻ രസം. അല്ല, നൈറ്റ് ഷൂട്ട്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. 13-ാം രാത്രി എന്ന് പറയുന്ന പോലെ തന്നെ ഡേ കുറച്ചും നൈറ്റ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉറക്കം നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള രാത്രി കിടന്ന് ഉറങ്ങാന്നുള്ളതാണല്ലോ. അതായത് ഇപ്പോൾ ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ രാത്രി പകൽ അങ്ങനെയൊന്നും അല്ല. രാത്രി ഷൂട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ രാത്രി ഓണായിരിക്കും. പക്ഷേ ഇപ്പോൾ നേരത്തെ പറയേണ്ടതെന്ന് വെച്ചാൽ ചേട്ടാ 2 ദിവസമൊക്കെ ഓക്കെ, 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ കിളി പോവും. അപ്പോൾ പിന്നെ അത് യൂസ്ഡ് ആയിക്കോളും, ഡയലോഗ് പറയുന്ന പിന്നെ സ്ഥിരമായിക്കോളും എന്ന് പറഞ്ഞ പോലെ. രാത്രി അല്ലാണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടൊക്കെയാണ് നമുക്ക് അങ്ങനെ ബോറടിയോ അങ്ങനെ ഒന്നുമില്ലാതെ നമ്മൾ കുറേ ദിവസങ്ങൾ
ഇടയ്ക്കൊരു ദിവസം ഫെയിൻ്റ് തലറിങ്ങില്ലേ. അതെ അതെ ആര് തലയിറങ്ങി? ചെറുതായിട്ട് പ്രഷർ ഒക്കെ ഡൗൺ ആയിട്ട് ഓ അതാ കണ്ടിന്യൂസ് നൈറ്റ് ഷൂട്ട് ഉറക്കൊഴിഞ്ഞു. അത് ജസ്റ്റ് നെക്സ്റ്റ് ഡേ ഓക്കെ കറക്റ്റ് പ്രോപ്പർ ഫുഡൊക്കെ കഴിച്ചപ്പോൾ എങ്കിലും ഷൂട്ടിംഗ് ഒരു രസകരമായ എല്ലാവരും ഒരു കുടുംബം അല്ലേ, ഒരു എന്ന് പറയാവുന്ന രീതിയിൽ അതെ, ഏകദേശം സമപ്രായക്കാരായ കൂടുതൽ ആളുകളും അങ്ങനെ ആവും. കുറച്ച് ദിവസം നമ്മൾ അങ്ങനെ എല്ലാവരും കൂടെ പെരുമാറുമ്പോൾ ഡെഫിനറ്റ്ലി പണ്ട് മുതലേ ഇങ്ങനെ വെറുതെ പറയണ ഒരു പ്രയോഗമാണത്. ഞങ്ങളൊരു കുടുംബം പോലെ അതെ, അതെ, അതെ. അല്ല, അല്ലാണ്ട് കുടുംബം പോലെ ഒന്നുമല്ല. സംവിധായകനും നിർമ്മാതാവും അവര് കുടുംബമാണ്, ഭാര്യ ഭർത്താവുമാണ്. അവരുടെ കുട്ടികളും ഒക്കെ ഉണ്ട് ഈ ലൊക്കേഷനിൽ. അപ്പൊ അവര് ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര ചില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇവിടെ മറയൂർ ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ക്ലൈമറ്റും ഒക്കെ ഞങ്ങൾ ടൂർ പോയ പോലെയാണ്. ഭയങ്കര രസമായിരുന്നു ഇടയിലാണെങ്കിലും. അപ്പോൾ ഈ സോഹൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ഫണ്ണായിരുന്നു മൊത്തം. അതെ, ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ ഡയലോഗ് കൗണ്ടറൊക്കെ അടിച്ച് ടൈം പോവില്ല. അപ്പൊ ഈ വണ്ടി ബ്ലോക്കിൽ പെടുന്ന ഒരു സീനൊക്കെ ശരിക്കും ബ്ലോക്കും ഉണ്ട് അവിടെ. ഈ കോടമഞ്ഞൊക്കെ വന്ന് കഴിയുമ്പോൾ വണ്ടി പോകാൻ പറ്റാണ്ട് അങ്ങനെ നിർത്തില്ല. അപ്പൊ അങ്ങനെ ബ്ലോക്കിൽ പെടുന്ന, അതേപോലെ ടൂർ പോണ ആൾക്കാർക്ക് വേണ്ടിയിട്ട് റോഡ് സൈഡിൽ മറ്റേ ലൈവായിട്ട് പെട്ടെന്ന് മാഗി ഉണ്ടാക്കി കൊടുക്കല്, ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കലൊക്കെ ഉണ്ട്. ഞങ്ങളപ്പോൾ ഷൂട്ട് ചെയ്യണത് ഇതിൻ്റെ അടുത്തൊക്കെ ഉള്ളൂ. ഞങ്ങളും പോയിട്ട് അവിടെ നിന്ന് മാഗിയൊക്കെ മേടിച്ച് കഴിച്ചു. ഭയങ്കര രസം. അങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഈ സിനിമ എന്താ വന്നാലും പ്രേക്ഷകർ നല്ല തോതിൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയ ഭാഗങ്ങളൊക്കെ വെച്ച് കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു ആകാംക്ഷ അതിൽ ഉടനീളം നിറച്ചു വെക്കുന്നുണ്ട്. ഇതെന്താണ് ഈ ന്യൂ ഇയറിന് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ആ ന്യൂ ഇയറിൻ്റെ കാര്യം അല്ലേ പറയാൻ പോകുന്നത്, കൊച്ചിയിൽ എന്ത് നടക്കുന്നു. നമ്മൾ ഈ കൊച്ചിയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ എന്താണ്, ഞാൻ 2-3 പ്രാവശ്യം എൻ്റെ ഭാഗങ്ങളിൽ എറണാകുളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് ഈ അവിടെ വെച്ച് നടക്കാൻ പോകുന്ന ന്യൂ ഇയറിൻ്റെ സംഭവം എന്ന് എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സാധാരണ എല്ലാ പ്രേക്ഷകർക്കും അത് തന്നെ ആണ്. അത്തരത്തിൽ നോക്കുമ്പോൾ സിനിമ അല്ലേ വലിയൊരു പ്രതീക്ഷ. അതാണ് നമ്മളെ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. അതെ അതെ, തിയേറ്ററിലേക്ക് ആള് വീണ്ടും ഇരച്ചു കയറാൻ കഴിയുന്ന ഒരു ചിത്രമായിട്ട് തന്നെ അത് മാറി. ആ ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് വിഷ്ണു മാളവികയും ഉള്ളത്. അത്തരത്തിൽ തന്നെയാണ് അതിൻ്റെ കഥാതന്തു അടക്കം വലിയൊരു സസ്പെൻസ് നിറച്ചുകൊണ്ട് ആ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അതിനെ പ്രേക്ഷക സമൂഹം രണ്ട് മനസ്സും കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. നമസ്കാരം. താങ്ക് യു.